ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് ടോക്ക് ഹിസ്റ്ററി. നമ്മൾ കുറച്ച് ദിവസമായി ആർക്കിയോളജിയുടെ ഒരു ക്ലാസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ടീച്ചർ ആർക്കിയോളജി വിട്ടു മറ്റ് സബ്ജക്റ്റുകളൊക്കെ തുടങ്ങിയെന്ന്. മറ്റ് സബ്ജക്റ്റുകൾ തുടങ്ങി, പക്ഷെ ആർക്കിയോളജി വിട്ടിട്ടില്ല. ആർക്കിയോളജിയുടെ കണ്ടിന്യൂഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും തീർക്കണം, എക്സാമിന് മുമ്പായിട്ട് തീർക്കണം. അതുകൊണ്ടാണ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ആർക്കിയോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് മൊഡ്യൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കുവാനുണ്ട്. ഒരു 4-5 പാർട്ടോളം ഉണ്ടാവും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുവാനായിട്ട്. അപ്പോൾ 5 പാർട്ടുകളായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കും. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കുവാനുള്ളത് നമുക്കറിയാം, പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും മെത്തേഡ്സും, ആർക്കിയോളജിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്കവേഷൻ മെത്തേഡ്, എക്സ്പ്ലോറേഷൻ മെത്തേഡ്, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇതൊക്കെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് കൂടുതലായിട്ടും നമ്മുടെ എസ്സേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതായത് മെത്തേഡ്സ്, എക്സ്കവേഷൻ മെത്തേഡ്സ്, എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫി, പ്രധാനപ്പെട്ട ആർക്കിയോളജിയുടെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ഇതൊക്കെയായിട്ടാണ് ഡേറ്റിംഗ് മെത്തേഡുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ തേർഡ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് കണ്ടുവരിക. എല്ലാ ക്ലാസ്സുകളും സ്കിപ്പ് ചെയ്യാതെ കണ്ടുവരിക, എന്നാലും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മൾ ഒട്ടും ഡിലേ ആക്കാണ്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. എല്ലാവരും ബുക്കും പെന്നും ഒക്കെ എടുത്തിരിക്കുക, നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. നമ്മുടെ എക്സ്കവേഷൻ മെത്തേഡിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നത്, എന്നാൽ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് എക്സ്കവേഷൻ മെത്തേഡുകൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു എക്സ്കവേഷൻ ടൈപ്പ് ഓഫ് മെത്തേഡ്സിൽ ഉള്ളിൽ പറയാതിരുന്നത്. സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്ക്യൂ ഓർ കോൺട്രാക്ട് ആർക്കിയോളജി. എന്താണ് ഇത്? ഒരു ടൈപ്പ് ഓഫ് റെസ്ക്യൂ മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ഇൻവോൾവ്സ് റാപ്പിഡ്ലി സർവേയിങ് ആൻഡ് എക്സ്കവേറ്റിംഗ് സൈറ്റ്സ് threatened by development to preserve archaeological informations before destruction. എന്താണ്? ആർക്കിയോളജിക്കൽ സൈറ്റുകൾ അല്ലെങ്കിൽ എക്സ്കവേഷൻ സൈറ്റുകൾ എന്തെങ്കിലും ത്രെട്ടൻ നേരിടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഫ്ലഡോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും നേരിടുവാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഫേസുകളെയൊക്കെ ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശം അങ്ങനെ എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഫേസുകളെയൊക്കെ നേരിടാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള സൈറ്റുകളെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്കവേഷൻ മെത്തേഡിനെയാണ് ഈ സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ റെസ്ക്യൂ ഓർ കോൺട്രാക്ട് ആർക്കിയോളജി എന്നും പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മേജർ ആസ്പെക്ട്സ് ഓഫ് സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ്സ്. സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ്സിൻ്റെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് റാപ്പിഡ് അസസ്മെന്റ് ആൻഡ് പ്ലാനിങ്. എന്താണ്? പെട്ടെന്ന് തന്നെ അസസ്മെന്റ് നടത്തുകയും പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സാൽവേജ് ആർക്കിയോളജി പ്രോജക്ട്സ് റിക്വയർ ക്വിക്ക് സൈറ്റ് അസസ്മെന്റ്സ് ആൻഡ് പ്ലാനിങ് ടു മാക്സിമൈസ് ദ ടൈം അവൈലബിൾ ഫോർ എക്സ്കവേഷൻ ആൻഡ് ഡാറ്റ റിക്കവറി. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഫേസ് ആണ്, അവിടെ എന്തെങ്കിലും ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുവാനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൈറ്റ് റിക്കവർ ചെയ്ത് എടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താണ്? ക്വിക്കായിട്ട് പ്ലാനിങ് നടത്തുകയും അസസ്മെന്റ് നടത്തുകയും സൈറ്റിനെ കുറിച്ചുള്ള പ്ലാനിങ് അസസ്മെന്റുകൾ നടത്തുകയും നമ്മുടെ എക്സ്കവേഷൻ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിൽ ഒരു ടൈം ലിമിറ്റിൽ മാക്സിമം ടൈം കുറഞ്ഞ അളവിൽ ടൈം ഉപയോഗിച്ചുകൊണ്ട്
ആ ഒരു എക്സ്കവേഷൻ നടത്തി ഡാറ്റാസ് അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കുന്നത്. അതാണ് റാപ്പിഡ് അസസ്മെന്റ് ആൻഡ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആസ്പെക്റ്റ് ആണ് ഫോക്കസ് ഓൺ ഡാറ്റ റിക്കവറി. The primary goal is to recover as much information as possible from the site, including artifacts, features, ecofacts and archaeological context. എന്താണ് പ്രധാനപ്പെട്ട മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, നമ്മുടെ സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മാക്സിമം ഡാറ്റ റിക്കവർ ചെയ്തെടുക്കുക. ആർട്ടിഫാക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, സൈറ്റിൻ്റെ ഫീച്ചേഴ്സ്, എക്കോഫാക്ട്സ്, ആർക്കിയോളജിക്കൽ കോണ്ടെക്സ്റ്റ്, ഇതിനെയൊക്കെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് കോൺട്രാക്ട് ആർക്കിയോളജി. കോൺട്രാക്ട് ആർക്കിയോളജി എന്താണ്? സാൽവേജ് എക്സ്കവേഷൻസ് ആർ ഓഫൺ കണ്ടക്റ്റഡ് അണ്ടർ കൊമേഴ്ഷ്യൽ കോൺട്രാക്ട്സ്, മീനിങ് ദേ ആർ ഓഫൺ ടൈഡ് ടു ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. എന്താണ് പ്രധാനപ്പെട്ട എക്സ്കവേഷൻ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ സാൽവേജ് എക്സ്കവേഷൻസ് ഒക്കെ കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റിന്റെ അണ്ടറിലാണ് നടത്തുകാറ്. അത് ഡെവലപ്മെന്റൽ പ്രോജക്ട്സുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റിന്റെ ബേസിലായിരിക്കും നമ്മുടെ സാൽവേജ് എക്സ്കവേഷൻസ് ഒക്കെ നടത്താറ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സാൽവേജ് എക്സ്കവേഷന്റെ അണ്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ആണ് ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഓൾറെഡി എക്സ്കവേഷനിലൊക്കെ പഠിച്ചതാണ്, എക്സ്കവേഷൻ മെത്തേഡ്സിൽ പഠിച്ചതാണ്. ഗ്രിഡ് സിസ്റ്റം എന്താണ്? ഡിവൈഡിങ് ദ സൈറ്റ് ഇൻ ടു എ ഗ്രിഡ് ഫോർ സിസ്റ്റമാറ്റിക് എക്സ്കവേഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, സ്ക്വയർ ഗ്രിഡ് ആയിട്ടോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിട്ടൊക്കെ നമ്മൾ എന്തിനെ തിരിക്കുന്നു? നമ്മുടെ സൈറ്റിനെ തിരിക്കുന്നു. ഗ്രിഡ് സിസ്റ്റമായിട്ട് നമ്മുടെ സൈറ്റിനെ തിരിച്ച് അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി നടത്തുന്നു. ദെൻ സ്ട്രാറ്റിഗ്രാഫിക് എക്സ്കവേഷൻ, excavating in layers to reveal the chronological sequence of deposits. നമ്മുടെ സെഡിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി, നമ്മുടെ റോക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്ട്രാറ്റിഗ്രാഫിക് എക്സ്കവേഷൻ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഷിഫ്റ്റിംഗ് അല്ല, സിഫ്റ്റിംഗ് സെപ്പറേറ്റിംഗ് ആർട്ടിഫാക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് ഫ്രം സോയിൽ. എന്താണ്? സോയിലിൽ നിന്ന് നമ്മുടെ ആർട്ടിഫാക്റ്റുകളെയും മെറ്റീരിയൽസിനെയും തരം തിരിക്കുന്നതിനെയാണ് സിഫ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രെഞ്ചിങ്, ഡിഗിങ് ട്രെഞ്ചസ് ടു എക്സ്പോസ് ബറീഡ് ഫീച്ചേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. എന്താണ് ട്രെഞ്ചിങ്? കുഴി കുഴിക്കുക അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ദെൻ ഓപ്പൺ ഏരിയ എക്സ്കവേഷൻ, എക്സ്കവേറ്റിംഗ് എ ലാർജ് ഏരിയ ടു എക്സാമിൻ സ്പേഷ്യൽ റിലേഷൻഷിപ്സ്. എന്താണ്? ഒരു വലിയ ഏരിയയുടെ സൈറ്റിന്റെ ഒരു വലിയ ഏരിയ എക്സ്കവേഷൻ നടത്തുകയാണ്, അവിടുത്തെ സ്പേഷ്യൽ റിലേഷൻഷിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സാൽവേജ് എക്സ്കവേഷന്റെ കാര്യത്തിൽ പഠിക്കുവാൻ. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ച്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർക്കിയോളജിക്കൽ എക്സ്കവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഒരു സൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എന്തിൻ്റെയൊക്കെ ബേസിലാണ്, എന്തൊക്കെ സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ടാണ് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഒരു ട്രെഞ്ചിന്റെ ലേ ഔട്ട് എങ്ങനെയാണ്, ട്രെഞ്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കുവാൻ പോകുന്നത്. സെലക്ഷൻ ഓഫ് എ സൈറ്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ച്. ഇൻ ആർക്കിയോളജിക്കൽ സൈറ്റ് selection and trench layout, researchers first identify potential sites using various methods like surface surveys and remote sensing. Then choose a location for excavation based on research questions and site characteristics. Finally, laying out trenches strategically to reveal stratigraphy and artifacts. എന്താണ്? അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? ആദ്യം റിസർച്ചേഴ്സ് എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ സൈറ്റുകൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി പല തരത്തിലുള്ള സർഫേസ് മെത്തേഡ്, സബ് സർഫേസ് മെത്തേഡ്, റിമോട്ട് സെൻസിങ്, ഇതുപോലെയുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് എവിടെയാണ് സൈറ്റ് ഉള്ളത്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ദെൻ ചൂസ് എ ലൊക്കേഷൻ ഫോർ എക്സ്കവേഷൻ ബേസ്ഡ് ഓൺ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് സൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ സൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ പ്രത്യേകതകളും നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ, നമ്മൾ റിസർച്ചിൻ്റെ പാസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഒരു നമ്മുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിസർച്ച് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സൈറ്റിനെ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ
പ്രധാനമായിട്ടും തിരച്ചിൽ നടത്തേണ്ടത് എന്നുള്ളത് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, ലേയിങ് ഔട്ട് ട്രെഞ്ചസ് സ്ട്രാറ്റജിക്കലി ടു റിവീൽ സ്ട്രാറ്റിഗ്രാഫി ആൻഡ് ആർട്ടിഫാക്ട്സ്. അതിനുശേഷം സൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ സൈറ്റിൻ്റെ അവിടെ എവിടെയൊക്കെയാണ് കുഴിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ആർട്ടിഫാക്റ്റുകൾ നമുക്ക് കണ്ടുപിടുത്താൻ സാധിക്കുക, സ്ട്രാറ്റിഗ്രാഫിയൊക്കെ പഠിക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സെലക്ഷൻ ഓഫ് എ സൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഫോർ സെലക്ഷൻ ഓഫ് എ സൈറ്റ്. ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ, ഏതൊക്കെ സ്റ്റെപ്പ് ബേസ് ചെയ്തിട്ടാണ് സൈറ്റ് സെലക്ട് ചെയ്യുന്നത്? ആദ്യം എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് റിസർച്ച് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു റിസർച്ച് നടത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈറ്റിനെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും പ്രീവിയസ് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി നടത്തുവാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, സൈറ്റ് സർവേ. അതിനുശേഷം സൈറ്റിലൊരു സർവേ, ഇനീഷ്യൽ സർവേ, പ്രൈമറി സർവേ എന്നൊക്കെ പറഞ്ഞ്, ഫീൽഡ് സർവേ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈറ്റ് സർവേ നടത്തുന്നു. കണ്ടക്ട് എ സൈറ്റ് സർവേ ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് യൂസിങ് ടെക്നിക്സ് സച്ച് ആസ് ഏരിയൽ ഫോട്ടോഗ്രാഫി, ജിയോഫിസിക്കൽ സർവേ ആൻഡ് വോക്ക് ഓവർ സർവേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് പറയുന്നത്, നമ്മുടെ സൈറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അവിടെ പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ, അല്ലെങ്കിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി, ജിയോ ഫിസിക്കൽ സർവേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വോക്ക് ഓവർ സർവേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സൈറ്റ് സർവേ നടത്തുന്നു. സൈറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സൈറ്റ് സർവേ നടത്തുന്നു. ദെൻ അതിനുശേഷം സൈറ്റ് ഇവാലുവേഷൻ നടത്തുന്നു. ഇവാലുവേറ്റ് ദ സൈറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ considering factors such as site integrity, preservation and research potentials. എന്താണ്, പ്രധാനപ്പെട്ട സൈറ്റിൻ്റെ പൊട്ടൻഷ്യൽസിന്, ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള സൈറ്റ് പൊട്ടൻഷ്യൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈറ്റ് പ്രിസർവേഷൻസും അതുപോലെ തന്നെ റിസർച്ച് പൊട്ടൻഷ്യൽസ്, അതായത് നമ്മുടെ ആർട്ടിഫാക്റ്റുകൾ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഇതിനെയൊക്കെ വെച്ചിട്ട് സൈറ്റ് ഇവാലുവേഷൻ നടത്തുന്നു. ദെൻ പെർമിഷൻ ആൻഡ് ആക്സസ്. Obtain necessary permission and access to the site from landowners, authorities and other stakeholders. എന്താണ്, അതിനുശേഷം എന്താണ്, സൈറ്റിനെ കുറിച്ചൊക്കെ നമ്മളൊരു പഠനം നടത്തി, അവിടെ ആർട്ടിഫാക്റ്റുകൾ ഉണ്ടോ, ഒരു എക്സ്കവേഷൻ നടത്തേണ്ട അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സ്റ്റഡി നടത്തേണ്ട ഏരിയ ആണോ അത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം എന്താണ്, പെർമിഷൻ ആൻഡ് ആക്സസ്. അവിടെ നിന്ന് നിയർ ബൈ ലാൻഡ് ഓണേഴ്സിൻ്റെ അടുത്തു നിന്ന്, അവിടുത്തെ അതോറിറ്റിയുടെ അടുത്ത് നിന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അടുത്തു നിന്ന് ഒരു പെർമിഷൻ എടുക്കുന്നു. ഓക്കെ, വെറുതെ പോയി നമുക്ക് ഓടിപ്പോയി അവിടെ പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുവാൻ സാധിക്കത്തില്ല. നമ്മൾ അവിടുന്ന് പെർമിഷൻ എടുക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ സെലക്ഷൻ ഓഫ് എ സൈറ്റിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റെപ്സ് ഫോർ ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ച്. ഒരു ട്രെഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുഴി കുഴിക്കുക അല്ലേ. ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നാരോ എക്സ്കവേഷൻ ഡിഷ് ഇൻ ഗ്രൗണ്ട് എന്നാണ് ട്രെഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഒരു ചെറിയ നേർത്ത കുഴി കുഴിക്കുന്നു. എവിടെ, ആ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൈറ്റിൽ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട നമ്മുടെ ട്രെഞ്ചിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ്, ഒരു ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ചിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സ്റ്റെപ്സ് ഫോർ ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ച്. ഫസ്റ്റ് വൺ എന്താണ്, ട്രെഞ്ച് ഓറിയൻറ്റേഷൻ. ഒരു ട്രെഞ്ച് ഓറിയൻറ്റേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഓറിയൻറ്റ് ദ ട്രെഞ്ച് ടു മാക്സിമൈസ് എക്സ്പോഷർ ഓഫ് ദ ആർക്കിയോളജിക്കൽ ഫീച്ചേഴ്സ് ഓർ ഡെപ്പോസിറ്റ്. ട്രെഞ്ചിൻ്റെ ഓറിയൻറ്റേഷൻ കണക്കാക്കുന്നു, മാക്സിമം ആ ഒരു ആർക്കിയോളജിക്കൽ ഫീച്ചേഴ്സും ഡെപ്പോസിറ്റുകളും എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രെഞ്ച് ഓറിയൻറ്റേഷനാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ദെൻ ട്രെഞ്ച് സൈസ് ആൻഡ് ഷേപ്പ്. ട്രെഞ്ചിൻ്റെ സൈസും ഷേപ്പും ഡിറ്റർമൈൻ ചെയ്യുകയാണ്. ഡിറ്റർമൈൻ ദ ട്രെഞ്ച് സൈസ് ആൻഡ് ഷേപ്പ് ബേസ്ഡ് ഓൺ ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, സൈറ്റ് കണ്ടീഷൻസ് ആൻഡ് സേഫ്റ്റി കൺസിഡറേഷൻസ്. എന്താണ്, ഈ പറയുന്ന ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും സൈറ്റിൻ്റെ കണ്ടീഷനും സേഫ്റ്റിയും ഇതൊക്കെ കൺസിഡറേഷനിൽ എടുത്തുകൊണ്ട് സൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രെഞ്ചിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും നിർണ്ണയിക്കുവാണ്. ദെൻ എന്താണ്, ഗ്രിഡ് സിസ്റ്റം. എസ്റ്റാബ്ലിഷ് എ ഗ്രിഡ് സിസ്റ്റം ടു ഡിവൈഡ് ദ ട്രെഞ്ച് ഇൻ ടു മാനേജബിൾ സെക്ഷൻസ് യൂസിങ്
സ്ട്രിങ്സ്, സ്റ്റേക്സ് ആൻഡ് മെഷറിംഗ് ടേപ്സ്. എന്താണ് ഈ പറയുന്ന എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിങ്സും സ്റ്റേക്സും അതുപോലെ തന്നെ ടേപ്പ്, മെഷറിംഗ് ടേപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രിഡ് സിസ്റ്റമായിട്ട് ഈ ട്രെഞ്ചുകളെ പ്രധാനപ്പെട്ട ഗ്രിഡ് സിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? സെക്ഷനിങ്. എന്തിനെയാണ് സെക്ഷൻ ചെയ്യുന്നത്? നമ്മുടെ ഈ ട്രെഞ്ചുകളെ സെക്ഷൻ ചെയ്യുന്നു. ഡിവൈഡ് ദ ട്രെഞ്ച് ഇൻ ടു sections using strings and stakes to create a series of vertical sections. നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള സെക്ഷനിങ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? ഡിവൈഡ് ദ ട്രെഞ്ച് ഇൻ ടു സെക്ഷൻസ് യൂസിങ് സ്ട്രിങ്സ് ആൻഡ് സ്റ്റേക്സ് ടു ക്രിയേറ്റ് എ സീരീസ് ഓഫ് വെർട്ടിക്കൽ സെക്ഷൻ. വെർട്ടിക്കൽ സെക്ഷനിൽ ട്രെഞ്ചിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രെഞ്ചസിനെ വെർട്ടിക്കൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സീരീസ് ഓഫ് വെർട്ടിക്കൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലീവ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്കവേറ്റഡ് ഏരിയാസ്, അതായത് എക്സ്കവേഷൻ നടത്തേണ്ടാത്ത ഏരിയാസിനെ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. ലീവ് ബോക്സ് ബിറ്റ്വീൻ സെക്ഷൻസ് ടു പ്രൊവൈഡ് സപ്പോർട്ട്സ് ആൻഡ് ആക്സസ്. അതായത് നമ്മുടെ എക്സ്കവേറ്റഡ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ ട്രെഞ്ചസ് കുഴിക്കുന്ന ഏരിയയിൽ നിന്നും അൺഎക്സ്കവേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് തിരിച്ചിട്ടാണ് അടുത്ത ട്രെഞ്ചുകൾ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട്, ഒരു സെക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ആക്സസും ഒക്കെ കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ സ്ഥലം വേണം, അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? ട്രെഞ്ച് ഡെപ്ത്. ഡിറ്റർമൈൻ ദ ട്രെഞ്ച് ഡെപ്ത് based on the research objectives, site conditions and safety considerations. എന്താണ്? നമ്മുടെ ട്രെഞ്ചിൻ്റെ എത്രത്തോളം ആഴം വേണം, എത്രത്തോളം ഡെപ്ത് വേണം, അതായത് സേഫ്റ്റി മെഷേഴ്സും സൈറ്റിൻ്റെ കണ്ടീഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ ഡെപ്ത് നിർണ്ണയിക്കത്തുള്ളൂ. ദെൻ സേഫ്റ്റി പ്രിക്വേഷൻസ്. എന്താണ്? ഇംപ്ലിമെൻറ്റ് സേഫ്റ്റി പ്രിക്വേഷൻസ് സച്ച് ആസ് ഷോറിംഗ്, ഫെൻസിങ് ആൻഡ് സിങ്ങേജ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് എൻഷുർ എ സേഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. എന്താണ്? അവിടെ ട്രെഞ്ചിങ് നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ പ്രിക്വേഷൻസ് ഒക്കെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ എന്ത് നടത്തുള്ളൂ? ട്രെഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി ഇത്രയാണ് നമ്മുടെ ട്രെഞ്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്ത് പലതരത്തിലുള്ള ട്രെഞ്ചസ് ഉണ്ട്. ട്രെഞ്ച് ടൈപ്സ് 3 ട്രെഞ്ച് ടൈപ്സ് ആണുള്ളത്. ഒന്ന് ടെസ്റ്റ് ട്രെഞ്ച്, ഇവാലുവേഷൻ ട്രെഞ്ച്, എക്സ്കവേഷൻ ട്രെഞ്ച്. ടെസ്റ്റ് ട്രെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സൈറ്റിൽ കൃത്യമായിട്ടുള്ള ട്രെഞ്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കുഴിച്ച് സ്റ്റഡി നടത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് ട്രെഞ്ച് നടത്തുന്നു. അതായത് ഒരു ചെറിയ നാരോ ഡിപ്പ് ഉണ്ടാക്കി അവിടെ എന്താണ് സൈറ്റിൻ്റെ ആർക്കിയോളജിക്കൽ പൊട്ടൻഷ്യൽസ്, അവിടെ ആർക്കിയോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടോ, ആർട്ടിഫാക്ട്സ് ഉണ്ടോ, നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ട്രെഞ്ച് നടത്തുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇവാലുവേഷൻ ട്രെഞ്ച്. എ ലാർജർ ട്രെഞ്ച് ടു ഇവാലുവേറ്റ് എ സൈറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് റിസർച്ച് പൊട്ടൻഷ്യൽസ്. എന്താണ്? ഒരു ലാർജർ ട്രെഞ്ച് എന്ത് ചെയ്യുന്നു? ട്രെഞ്ച് ഡിപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസും അതിൻ്റെ റിസർച്ച് പൊട്ടൻഷ്യൽസും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവാലുവേഷൻ ട്രെഞ്ച് നടത്തുന്നു. ദെൻ എക്സ്കവേഷൻ ട്രെഞ്ച്. എന്താണ്? എ ട്രെഞ്ച് ഫോർ ലാർജ് സ്കെയിൽ എക്സ്കവേഷൻ often used for rescue archaeology or research oriented excavations. എന്താണ്? റെസ്ക്യൂ ആർക്കിയോളജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാൽവേജ് എക്സ്കവേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് എക്സ്കവേഷന് വേണ്ടിയിട്ടൊക്കെ കുഴിക്കുന്ന ട്രെഞ്ചിനെയാണ് എക്സ്കവേഷൻ ട്രെഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലാർജ് സ്കെയിൽ എക്സ്കവേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്കവേഷൻ ട്രെഞ്ചസ് ഡിപ്പ് ചെയ്തത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ട്രെഞ്ച് ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നമ്മൾ സാൽവേജ് എക്സ്കവേഷൻ മെത്തേഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചു, അതിൻ്റെ ടൈപ്സ് ഒക്കെ പഠിച്ചു. ദെൻ ട്രെഞ്ച് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ ട്രെഞ്ച് എന്നീ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫിയും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റിംഗ് മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രാറ്റിഗ്രാഫിയും പ്രധാനപ്പെട്ട ഡേറ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ കീ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയും, ഇമ്പോർട്ടൻറ്റ് ഡേറ്റിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ഒരു നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ സ്ട്രാറ്റിഗ്രാഫിയും അതുപോലെ തന്നെ കീ ഡേറ്റിംഗ് മെത്തേഡ്സും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നോട്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ക്ലാസ് എന്തെങ്കിലും ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക്